ക്ഷമയുടെ ശക്തി. എഫേസ്യർ 4:32. ഒന്നിനൊന്ന് ദയയുള്ളവരും കരുണയുള്ളവരും, ക്രിസ്തുവിൽ ദൈവം നിങ്ങളെ ക്ഷമിച്ചതുപോലെ നിങ്ങളും തമ്മിൽ ക്ഷമിക്കുന്നവരായിരിക്കുക. നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിന്നെ വഞ്ചിച്ചുവെന്ന് കരുതി നോക്കൂ. ആദ്യം നീ അതിക്രോധവും വേദനയും അനുഭവിക്കും. ഇനി ഒരിക്കലും സംസാരിക്കേണ്ട എന്ന് തീരുമാനിച്ചേക്കാം. പക്ഷേ പിന്നെ അവൾ സത്യസന്ധമായി ക്ഷമ ചോദിക്കുന്നു. നീ ക്ഷമിക്കാൻ തീരുമാനിക്കുന്നു. അവർ ചെയ്തത് ശരിയായതിനാലല്ല, എന്നാൽ നീ വേദനയേക്കാൾ സമാധാനത്തെ തിരഞ്ഞെടുക്കുന്നതിനാൽ. അതുതന്നെയാണ് യേശു നമ്മോട് പറയുന്നത്. യേശു നമ്മോട് ക്ഷമിക്കാൻ പറയുന്നതെന്തുകൊണ്ട്? വൈരാഗ്യം പിടിച്ചു നിർത്തുന്നത് നമ്മെ വിഷാദത്തിലും കഠിനതയിലും കുടുക്കുമെന്ന് യേശു അറിയുന്നു. ക്ഷമിക്കുന്നത് അതൊന്നും പ്രശ്നമല്ല എന്നല്ല, മറിച്ച് ഈ വേദനയെ ഇനി എൻ്റെ ഹൃദയം നിയന്ത്രിക്കാൻ അനുവദിക്കില്ല എന്നാണ്. നാം അർഹിക്കാത്തപ്പോഴും യേശു നമ്മെ ക്ഷമിച്ചു. അതുപോലെ മറ്റുള്ളവരെയും ക്ഷമിക്കാൻ അവൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ക്ഷമിക്കുന്നത് നമ്മെ എങ്ങനെ മോചിപ്പിക്കുന്നു? നാം ക്ഷമിക്കുമ്പോൾ ക്രോധത്തിൻ്റെയും വിരോധത്തിൻ്റെയും ബന്ധനങ്ങൾ പൊളിഞ്ഞ് പോകുന്നു. ഹൃദയം ഭാരം കുറഞ്ഞ് ദൈവത്തിൻ്റെ സമാധാനം അനുഭവപ്പെടുന്നു. ക്ഷമിക്കുന്നത് വിശ്വാസം ഉടൻ പുനഃസ്ഥാപിക്കുമെന്നില്ല, എന്നാൽ അത് ഹൃദയത്തെ സുഖപ്പെടുത്തി വീണ്ടും സ്നേഹിക്കാൻ തുറക്കുന്നു. കർത്താവേ, ഞാൻ അർഹിക്കാത്തപ്പോഴും എന്നെ ക്ഷമിച്ചതിന് നന്ദി. വൈരാഗ്യം വിട്ടുവെച്ച് നീ എന്നെ ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരെ ക്ഷമിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ഹൃദയം നിന്റെ സമാധാനത്തോടെ നിറയ്ക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.